തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഒരു മന്ത്രിക്ക് 30 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും 6 ഗൺമാൻമാരുമാണ് ഉണ്ടാവാറുള്ളത്. പേഴ്സണൽ സ്റ്റാഫിൽ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ, സ്പെഷ്യൽ PMR, PAമാർ, അഡീഷണൽ PMR, ഓഫീസ് അസിസ്റ്റൻസ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻസ്, പ്യൂണ്, ഡ്രൈവേഴ്സ്, ഇങ്ങനെ 30 അംഗങ്ങൾ, 6 ഗൺമാൻമാരും വരെ കൂടാതെ ഉണ്ടാവും. പേഴ്സണൽ സ്റ്റാഫിനെ ഡയറക്റ്റ് ആയിട്ടും നിയമിക്കാം. സർക്കാർ സേവനം ചെയ്യുന്ന ആളുകളെ ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ടേഷനിലും നിയമിക്കാം. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആളുകളെ ഏത് പോസ്റ്റിലേക്കും നിയമിക്കാവുന്നതാണ്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പോസ്റ്റിംഗ് ലഭിക്കുന്ന ആളുകൾക്ക് സെക്രട്ടേറിയറ്റിലെ സാലറി പാറ്റേണിലാണ് ശമ്പളം ലഭിക്കുക. ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഡെപ്യൂട്ടേഷൻ അലവൻസ് മാത്രമാണ് എക്സ്ട്രാ ലഭിക്കുക. സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകൾ അവൈലബിൾ ആണെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ക്വാർട്ടേഴ്സുകളും അനുവദിക്കാറുണ്ട് താമസിക്കാൻ. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ 2 വർഷത്തിൽ കൂടുതൽ സർവീസിലിരുന്നാൽ ഒരു നോമിനൽ പെൻഷനും അവർക്ക് ലഭിക്കും. മന്ത്രി ആദ്യമായി പ്രൈവറ്റ് സെക്രട്ടറിയാണ് നിയമിക്കുക. പ്രൈവറ്റ് സെക്രട്ടറിയാണ് മറ്റു സ്റ്റാഫുകളെ നിയമിക്കാനുള്ള നോട്ട് പൊതുഭരണ വകുപ്പിൽ കൊടുക്കാറുള്ളത്. ഈ മന്ത്രിമാരുടെ സ്റ്റാഫിലെ അംഗങ്ങൾക്ക് ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർ മന്ത്രിയുടെ സ്റ്റാഫിൽ ഇരിക്കുന്ന സമയത്ത് പൂർണ്ണമായും ലഭിക്കുന്നതാണ്.